നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സംസാരം വളരെ ഫാസ്റ്റായി പോയെന്ന് എനിക്കറിയാം, എങ്കിലും അത് ശീലിച്ചു പോയി. ഇപ്പോൾ അത് കാണാപ്പാടാണ്, അത് മനസ്സിലായി. അതായത് ആ ഡയലോഗ് കൃത്യമായിട്ട് നമ്മുടെ നാവിൽ വന്നുകൊണ്ടിരിക്കും. എത്ര സ്പീഡിൽ പറഞ്ഞാലും നമ്മൾക്ക് ഇങ്ങനെ നാവിൽ കണ്ടിന്യൂഷനായിട്ടൊരു ഫോളോ കിട്ടും. അത് 1.5 വർഷമായിട്ട് ഈ ഒരു ഡയലോഗ് തന്നെ സ്ഥിരം പറയുന്നതുകൊണ്ടാണ് ആ ഡയലോഗ് എൻ്റെ നാക്കിൽ കറക്റ്റായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ചാർട്ട് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ 1.5 വർഷം അത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് അത് അനലൈസ് ചെയ്യാനും അതിൻ്റെ വ്യൂസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിൽ മാത്രമല്ല MCX, കൊമോഡിറ്റി, അതേപോലെ F&O, ഫോറക്സ്, ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് ഹോൾഡിംഗ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യം പലർക്കും കാണും, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വരും, കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആവാം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്നെ നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. തിയറി അല്ല പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കലാണ്. ഒരു എൻട്രി എക്സിറ്റ് എവിടെ എടുക്കാനുള്ള പ്ലാൻ ചെയ്യണമെന്നുള്ളത് നേരിട്ട് പ്രാക്ടിക്കൽ സെക്ഷനിലേക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേത് രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക. എനിവേ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ ഏത് ലെവലിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായാലും കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ നിൽക്കുന്നത് ഒരു 2399.928 സപ്പോർട്ട് എടുത്തിട്ടാണെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്താണ് നമ്മൾ. അപ്പോൾ ഈ ആരോ ഞാൻ ഇന്നിട്ടതല്ല, അത് നിങ്ങൾക്ക് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ്, ഫോറക്സിൻ്റെ വീക്ക്ലി വീഡിയോ നിങ്ങൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്താൽ 4 മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമാണ്. മാർക്കറ്റ് 2419ലേക്കും 2424 എന്നുള്ളൊരു ലെവലുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ 2464ലേക്കും. നേരെ മറിച്ച് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോവാതിരുന്നാൽ തിരിച്ച് 2371 നമ്മൾ പറഞ്ഞത്. ഏത് രീതിയിലായിരുന്നു എന്ന് നോക്കാം. ന്യൂട്രൽ ഓപ്പണായി, RSI താഴത്ത് തന്നെയാണ്, ചെറിയ രീതിയിൽ താഴത്തോട്ട് വന്നു, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. RSI മേളിലോട്ടായി, നേരെ മേളിൽ പോയി SMA ടച്ച് ചെയ്തു. അവിടെ നിന്ന് മേളിലോട്ട് പോയിട്ട് മേളിലത്തെ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ക്രോസ് ഓവറായി വീണ്ടും താഴത്തോട്ട് വന്ന് താഴത്തെ ടാർഗറ്റും ഹിറ്റ് ചെയ്തു. അപ്പോൾ RSI താഴത്തോട്ടാണ്. ഈ മടക്കിലൊക്കെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കഴിയുമ്പോഴാണ് ഈ മടക്കൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ മടങ്ങി വരുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാം. അതായത് ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയത്, ഇവിടെ തൊട്ട് നോക്കിയേ, ഒരു ലോ വന്നു, ഒരു ഹൈ വന്നു, ഒരു ലോ വന്നു, ഒരു ഹൈ വന്നു. ഇനി ഇവിടെ നിന്ന് ഈ ലോയും ബ്രേക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഈ ഒരു 2371 ബ്രേക്ക് ചെയ്താൽ ഇനി വരാനുള്ള സ്ഥലം 2331 അല്ലേ. ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിവേ നമുക്ക് ആ ലൈൻസൊക്കെ ഒന്ന് ആരൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. അപ്പോൾ കൃത്യമായിട്ടൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും, അതിൽ സംശയങ്ങളൊന്നുമില്ല. നമ്മുടെ ചാർട്ടൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഇടിച്ചൊക്കെ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ബേസിൽ, അതായത് ഇവിടെ ഹൈ ഉണ്ടായി, ലോ ഉണ്ടായി, ഹൈ ഉണ്ടായി, ലോ ഉണ്ടായി, ഹൈ ഉണ്ടായി. ആ നേരെ റിവേഴ്സായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹൈ, ലോ, ഹൈ, ലോ, ഹൈ, ലോ, ഹൈ, ലോ, ഹൈ. ഇനി ഇവിടെ നിന്ന് ലോ വരികയാണെങ്കിലോ, ഈ സെയിം ഈ ട്രേഡിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത്. ട്രേഡിങ് ഒരു ആർട്ടാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു ചിത്രം വരക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചാർട്ട് പാറ്റേൺസ്, ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നൊക്കെ പറയില്ലേ, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവെർട്ടർ ഫ്ലാഗ്, അങ്ങനെ ഒരുപാട് കപ്പ് ആൻഡ് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? അതൊരു ആർട്ടാണ്. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ഹെഡും ഷോൾഡറായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ഇൻവെർട്ടർ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒരു ഫ്ലാഗ് ഇങ്ങനെ ചരിഞ്ഞ് പറക്കുന്നു, കാറ്റത്ത് പറക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് വരുന്നു.
അതേപോലെ തന്നെ കപ്പ് ആൻഡ് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഒരു കപ്പിൻ്റെ റൗണ്ട്, ഡബിൾ ബോട്ടം, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ട്രേഡിങ്ങിലേക്ക് ഒരു കണ്ണൊക്കെ ഒരു 50% ഒക്കെ ഒരു 60-50% ഒക്കെ അടച്ചിട്ട് നമ്മൾ നോക്കണം. നമ്മൾ കണ്ണ് തുറന്നിട്ടല്ല ചാർട്ടിൻ്റെ പാറ്റേൺസ് ഞാൻ കണ്ടുപിടിക്കണം. ഇതൊക്കെ എൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ട്രിക്കാണ്. കാണുമ്പോൾ പലർക്കും ഒരു മണ്ടത്തരമായിട്ടൊക്കെ തോന്നാം. അപ്പോൾ അതിൽ നോക്കിക്കോ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, താഴത്ത് പോയി വന്നു എന്നുണ്ടെങ്കിൽ നോക്കി ഒരു മല പോലെ ആയില്ലേ. ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്നുമല്ല, ഇതിങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ കിട്ടും. നമുക്കൊരു കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ വൺ സൈഡിലേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ വൺ സൈഡിലേക്ക് ഒരു തീരുമാനം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ട്രേഡ് നിങ്ങൾ എടുക്കുക. അതിൽ ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡ് എടുക്കുന്നതിന് നമുക്കൊരു എൻട്രി പ്രാധാന്യമാണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു എൻട്രി നമുക്ക് ലോസ് ആയാൽ ആ ലോസ് റിക്കവർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻട്രി മൈനസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് എടുക്കണം. അങ്ങനെ ഓപ്പോസിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് അറിയാതെ ഒരു വണ്ടിയിൽ ചാടി കയറി ഞാനിപ്പോൾ എറണാകുളംകാരനാണ്, ഞാൻ വൈറ്റില ഹബ്ബിൽ നിന്ന് ബോർഡ് നോക്കാതെ ഒരു KSRTC ബസ്സിൽ കയറി. എനിക്ക് പോകേണ്ടത് ആലപ്പുഴക്കാണ്, പക്ഷേ വണ്ടി ഡിപ്പോയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയത് പാലക്കാട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തേ, ടിക്കറ്റ് എടുത്തിട്ടുമില്ല, കാരണം കണ്ടക്ടറിൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. ഞാനെന്ത് ചെയ്തു, ആ ബസ്സിൽ നിന്ന് ബെല്ലടിച്ചിട്ട് എനിക്കിവിടെ ഇറങ്ങണം, വണ്ടി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എന്തായാലും അവിടെ ഇറക്കും, എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കത്തില്ല, കാരണം ഞാൻ കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടിക്ക് കയറിപ്പോയി. അപ്പോൾ എൻ്റെ ഉദ്ദേശം കറക്റ്റായി, എനിക്ക് ലോസും ഇല്ല, കയ്യിൽ നിന്ന് നഷ്ടം വന്നില്ല, എനിക്ക് സമയം കളയേണ്ടി വന്നില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പറ്റി. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു എൻട്രി എടുക്കുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് എൻട്രി എടുത്തോ, ഇപ്പോൾ ബസ് മാറി മനഃപൂർവ്വം കയറി, നമ്മൾ അവിടെ ഒരു എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ, അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് കയറിയിരിക്കുക. ആ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താ ഗുണം, അപ്പുറത്ത് പോയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇപ്പുറത്ത് കിട്ടും. അപ്പോൾ എൻ്റെ ആ ഒരു തീരുമാനപ്രകാരം മാർക്കറ്റ് 2373 താഴത്തേക്ക് വന്നാൽ ഞാൻ 2331 ഇട്ട് കോൺസെൻട്രേഷൻ ചെയ്യും. നേരെ മറിച്ച് ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നില്ലെങ്കിലോ ഞാൻ 2401 ഇട്ട് കോൺസെൻട്രേഷൻ ചെയ്യും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണ സഹിതം പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വെറുതെ ടെക്നിക്കലി പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുഴപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട, അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അത്. നമ്മളൊരു ഹാഫ് പോർഷൻ കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ചാർട്ടിന് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് നമ്മളെ വഴി കാണിച്ചു തരും. 1.5 മണിക്കൂർ വീഡിയോ ഉണ്ട്. ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ രാവിലത്തെ വീഡിയോയാണ് അത്. പബ്ലിക് ടെലഗ്രാം ചാനലാണ്. അതിൽ ട്രേഡർ എപ്പോഴാണ് വിജയിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ട്രേഡിംഗ് ചാർട്ടിനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണോ സ്നേഹിക്കുന്നവരാണോ, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോയി, അതിൽ ഒരു എൻട്രി എടുത്തു, മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി, പക്ഷേ അവിടെ നമ്മൾ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് യഥാർത്ഥ മാർക്കറ്റിലേക്ക് കൺവേർട്ടായിട്ട് കയറിയിട്ടുള്ളൊരു വീഡിയോ അത്. അപ്പോൾ ട്രേഡിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ നമുക്ക് ട്രേഡ് വഴി കാണിച്ചു തരുമെന്ന് 110% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് പോകാട്ടോ. ഇനി കത്തി വെച്ച് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ നിൽക്കുന്ന ലെവൽ, അതായത് നോക്കിയേ, ആ ലൈനിൻ്റെ ഒരു പ്രൈസ് ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഒരു ക്യാൻഡിലിൽ സൂം ചെയ്തിട്ട് നിങ്ങളിങ്ങനെ സൂം ചെയ്തിട്ട് ആ ക്യാൻഡിലേക്കല്ല നോക്കിയിരിക്കണ്ടേ. നിങ്ങൾ മാക്സിമം അത് ചെറുതാക്കിയിട്ട് പ്രൈസ് ലൈനിലേക്ക് നോക്കുക. ഞാൻ ഒരുപാട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള ഈ പ്രൈസ് ലൈൻ വന്നിരിക്കുന്ന സ്ഥലം നോക്കി, ഇവിടെ SMA മുട്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ പൊക്കത്തൂടെ പോയി ഈ ഫ്രൈഡേ 7-ാം തീയതി ടിപ്പിലിടിച്ചു. അവിടെ നിന്നും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്ഥലത്താണ് പോയി ഇടിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും ഒരു വൈറ്റ് ഡോട്ടുണ്ട്. ഈ വൈറ്റ് ഡോട്ടും ഈക്വലാണ്, ഇവിടുത്തെ ഇതും ഈക്വലാണ്. ഇപ്പോൾ എന്താ, മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ റെസിസ്റ്റ് കവറപ്പ് ചെയ്ത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. ചിലപ്പോൾ വിക്ക് ഉണ്ടാവാം, വിക്ക് ചിലപ്പോൾ 2400 പോയി ഇടിച്ചിട്ട്
അപ്പോൾ തന്നെ തിരിച്ചു വന്നിട്ട് ക്യാൻഡിൽ ചിലപ്പോൾ ഈ 2387 തന്നെ ആയിരിക്കും ക്ലോസ് ചെയ്തിരിക്കണേ. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 2373, അതായത് സെൽ സൈഡിലേക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ്. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ 2331 ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നിലവിൽ 4 മണിക്കൂർ RSI ക്രോസ് ഓവറായി അപ്പർ സൈഡിലേക്കാട്ടോ നിൽക്കുന്നത്. അത് ഏത് നിമിഷം പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു തിരിയും. എന്താ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, അതിനുശേഷം മേളിലോട്ട് പോകാൻ കാണിച്ചിട്ട് തിരിച്ച് അതേപോലെ ക്രോസ് ഓവറായി താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് 2331 ഫാളായാൽ 2320, അവിടെ നിന്നും ഫാളായാൽ 2313, ഇത്രയൊക്കെയുള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, അപ്പോൾ അതായത് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടേക്കാം. അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ 2401, അവിടെ നിന്നും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2420, അവിടെ നിന്നും നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് 2465. ഇതാണ് അടുത്തൊരാഴ്ചത്തേക്കുള്ള വ്യൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ, നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഗോൾഡിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ചാർട്ട് ആക്ടിവേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. വിദേശത്തു നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ വർക്കിലാണ്, സമയമില്ല, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം, പിന്നെ വിളിക്കാം. പക്ഷെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവരോട് പറയാനുള്ളത് പ്രയോറിറ്റി ഫസ്റ്റ് എന്നാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ അതൊന്നും ഒരു എക്സ്ക്യൂസസ് ആയിട്ട് ഞാനത് കുറ്റം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ അപമാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യം, അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, എക്സ്ക്യൂസസ്. ഇപ്പം എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പല എക്സ്ക്യൂസസ് പറയാറുണ്ട്. ഞാൻ വർക്കിലാണ്, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തില്ല, ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അതൊന്നും ഒരു എക്സ്ക്യൂസസ് അല്ല. കാരണം എന്നെ സംബന്ധിച്ച് വർക്കില്ലായിരുന്ന സമയം, അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയം, അല്ലെങ്കിൽ വർക്ക് നല്ലപോലെ ഉണ്ടായിരുന്ന സമയം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇല്ലാത്ത സമയങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കി ഇവിടം വരെ വന്ന വ്യക്തിയാണ്. ഞാനിതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുത്തത് കൊണ്ടും ഇതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടും ഞാനിത് കൂടുതൽ അനലൈസ് ചെയ്യാനും പഠിക്കാനും ശ്രമിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ വിദേശത്തു നിന്നുള്ള ആളുകളാണെങ്കിലും എന്നെ നേരിട്ട് മെസ്സേജ് അയക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇതിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചില്ല, നിങ്ങൾ വേറെ സുഹൃത്തുക്കളെ പലരെയും വിളിക്കുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രയോറിറ്റി ആണെങ്കിൽ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പ്രയോറിറ്റി ഫസ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ ജോബ് തന്നെയാണ്. സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക. തേർഡ് പ്രയോറിറ്റി ഇതിന് കൊടുത്താൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കി പഠിച്ചെടുക്കാനുള്ള സമയങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. സമയം നമ്മളുണ്ടാക്കുന്നതാണ്, സമയം നമ്മളെ അല്ല കൊണ്ടുപോകേണ്ടത്. സമയം നമ്മളുണ്ടാക്കിയെടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മാറി ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരാളുടെ ലൈഫിൽ നിൽക്കുന്ന ലൈഫ് അതേപോലെ തന്നെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സോണിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളതിന് പുറത്തേക്ക് ഇറങ്ങിയാലാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും നമ്മുടെ ലൈഫിൽ നല്ലതോ ചീത്തയോ കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. കംഫർട്ട് സോണിൽ പുറത്തിറക്കുന്നവരെല്ലാവർക്കും നല്ലത് വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചിലർക്ക് മോശം അനുഭവമുള്ളവരുണ്ട്, ചിലവർക്ക് നല്ല അനുഭവമുള്ളവരുണ്ട്. മോശമുള്ള അനുഭവർ പരാജയപ്പെട്ടെങ്കിൽ മാത്രമാണ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പരാജയപ്പെടുമ്പോഴാണല്ലോ അത് വിജയിക്കാനായിട്ട് പിന്നെയും പരിശ്രമിക്കുന്നത്. അങ്ങനെയാണല്ലോ അയാൾ വിജയത്തിലെത്തുന്നത്. തോറ്റൊരാൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനാ? അപ്പോൾ എനിവേ ഞാൻ കത്തി വെച്ച് അങ്ങ് കാട് കയറി പോവാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അടുത്തൊരാഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. ഞാനീ പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും എന്നെ അത്യാവശ്യം തിരക്കിട്ടൊന്നും വിളിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സമയവും സൗകര്യമൊക്കെ ഒത്തുവരുന്ന സമയത്ത് വിളിക്കാം, സംസാരിക്കാം, മനസ്സിലാക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.